അമ്മ മാതാവിനും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മീനു അനിൽ. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഞാൻ ഓഗസ്റ്റ് 2024 എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. എപ്പം എവിടെ തണുപ്പുള്ളിടത്ത് ചെന്നിരുന്നാലും എനിക്കൊരു അരമണിക്കൂർ കൂടുതൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പം എപ്പോഴും സിക്കകത്തിരിക്കണം. അപ്പം ഞാൻ മാത്രം ഏറ്റവും കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും, കാരണം എനിക്ക് അത്രയ്ക്ക് തണുപ്പ് പറ്റത്തില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പം ഡ്രസ്സ് ഊരി കഴിയുമ്പം എൻ്റെ ദേഹത്ത് മൊത്തം റാഷസും പിമ്പിൾസും ഒക്കെ ആയിരിക്കും. അതുപോലെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും എനിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുകയും പല്ല് കടിക്കുകയും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എനിക്കതുപോലെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഉടമ്പടി എടുത്തപ്പം ആദ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്കത് മാറിക്കിട്ടണം, കാരണം എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥയാണ് ഞാൻ. അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തൈലമൊക്കെ വെച്ച് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും തൈലം വെച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയിട്ടേ പോവുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഒരു 2-3 എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. തണുപ്പെന്ന് പറയുന്ന ആ ഒരു ഫീൽ എനിക്കില്ല. ഈവൻ എൻ്റെ കൈ തണുത്ത് മരവിച്ചിരിക്കുവാണേലും എനിക്കത് അറിയത്തില്ല. എൻ്റെ ദേഹം അത്രയ്ക്ക് വാമാണ്. ഞാൻ കംഫർട്ടബിളായി മാറിയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ആ സമയത്തൊന്നും എനിക്ക് വലിയ വിശ്വാസത്തോടെ എടുത്തതല്ല. എല്ലാവരും പറയുന്നു എടുക്ക് സുഖമാവും അങ്ങനെ പറഞ്ഞെടുത്തതാണ്. ഞാൻ അധികം അന്നൊന്നും പ്രാർത്ഥിക്കത്തുമില്ലായിരുന്നു. പ്രാർത്ഥിക്കും, പക്ഷേ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ ഫാമിലി ദുബായിലാണ്. അപ്പം ഞാൻ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദുബായിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ഒരു പല്ല് വല്ലാണ്ട് കേടായിട്ടിരിക്കുമായിരുന്നു. അത് ഒടിഞ്ഞുപോയി. ഒരു പല്ല് ഒടിയുകയെന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രം ഒടിഞ്ഞ് പോന്നു. എൻ്റെ പ്രാണം പോകുന്ന വേദനയായിരുന്നു ആ ഒരു സെക്കൻഡിൽ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു പോയി. അപ്പം ഒരു 2 മിനിറ്റിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ എത്തുന്നിടം വരെ എനിക്കൊരു ശകലം പോലും വേദനയില്ലായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂർണ്ണ വിശ്വാസത്തിലേക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മുറി ഭയങ്കര മണമാണ്. ഒരു സ്പ്രേ കമന്നു പോയ മണമാണ്. ഒരു ഫുൾ സ്പ്രേ കുപ്പി മറിഞ്ഞു പോയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഞാനിപ്പോൾ ഓർത്ത് സ്പ്രേ എല്ലാം മറിഞ്ഞു പോയതാണോ എന്ന് ഓർത്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അടിയിലാണ് ഈ സ്പ്രേയുടെ ബോട്ടിൽസൊക്കെ വെച്ചേക്കുന്നത്. അവിടെ എല്ലാം നോക്കി, ഇല്ല, ഒന്നും മറിഞ്ഞു പോയിട്ടില്ല. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പോയി. അപ്പോൾ എനിക്കൊരു മാതാവ് വന്നതാണോ എന്നൊരു മനസ്സിലൊരു ഫീല് തോന്നി തുടങ്ങി. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കാനും ഒക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ വിശ്വാസം കൂടുതലായി. ഞാൻ ഒരു വലിയ വിശ്വാസിയല്ലായിരുന്നു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എനിക്കങ്ങ് പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ദൈവം കാണുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ മാറി കാണുന്നുണ്ട്, ദൈവം എന്നെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിലേക്ക് വരാൻ തുടങ്ങി. കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ചെറിയൊരു അസുഖം വരുമ്പോൾ പോലും ഞാൻ ഉപ്പും തേനും അതുപോലെ തന്നെ തൈലവും യൂസ് ചെയ്യുന്നത് കൂടുതലാക്കി. കാരണം മാസത്തെ എനിക്ക് പനി വന്നുകൊണ്ടിരുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 2-3 തവണയെങ്കിലും ഞാൻ ആശുപത്രി പോകുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആസ്മ വളരെ കൂടുതലായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഒരു സാധാ മനുഷ്യന് വരുന്ന പോലത്തെ പനിയും അസ്വസ്ഥത മാത്രമേ എനിക്കിപ്പോൾ വരാറുള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പം ഇതുപോലെയാണ് വന്ന് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. ഒരു ദിവസം മുറ്റത്ത് വെളിയിൽ നിൽക്കുകയാണ്. അവിടെ അങ്ങ് ഒരു ചെടിയോ ഒരു പൂവോ ഇല്ലാത്തതാണ്. എൻ്റെ ചുറ്റുമാണെങ്കിൽ മണമെന്ന് വെച്ചാൽ ചുറ്റും മണമാണ്. എൻ്റെ ചുറ്റും ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് മാത്രമാണ് സുഗന്ധം ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പോയി. അതുപോലെ തന്നെ ഞാൻ ആ സമയത്തും കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറയും ഇന്ന പോലെ എനിക്ക് വയ്യ, അസുഖമാണ്. അതുപോലെ തന്നെ ഈ പള്ളിയിലൊക്കെ വിളിച്ചു പറയുമല്ലോ, ആശുപത്രി കിടക്കുന്നു, ഭയങ്കര കൂടുതലായി കിടക്കുന്നു, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരാൾ വഴിയെ പോവുകയാണ്. ഇപ്പോൾ ഒരാൾ സഹായം ചോദിച്ചാൽ വലിയ മൈൻഡില്ലാതെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. എങ്കിലും ഇപ്പം അതൊക്കെ മാറി എന്നാലാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഒത്തിരി വയ്യ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ കൈക്ക് വേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ കയ്യിൽ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം വന്ന് എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി. ഞാൻ 3 വർഷമായി എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. എനിക്ക് പുറത്തു പോയി അബ്രോഡിൽ പോയി പഠിക്കണമെന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ജീവിതാഭിലാഷമെന്ന് തന്നെ പറയാം.
അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനിയൊരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി അബ്രോഡിൽ പോകുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ശരിയാവുന്നതെന്ന് എല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഒരു നല്ലൊരു സ്റ്റുഡൻ്റാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറാസ്മസ് മുണ്ടസിൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി എൻ്റെ ബ്രദർ പറഞ്ഞ് അവൾ അയച്ചു. പക്ഷെ കിട്ടിയില്ല. നല്ലൊരു ടോപ്പറായിരുന്നു അവൾ, എന്നിട്ടും അവൾക്ക് കിട്ടിയില്ല. അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരു ഒരു 6-7 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അവൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടണം. പക്ഷേ എങ്ങനെ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. കാരണം അതിന് മാത്രമുള്ളൊരു മെറിറ്റും എനിക്കില്ല. അപ്പം 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഇറാസ്മസിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 3 തവണ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് റിജക്ഷൻ വന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ചെറിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസും ഒക്കെ വെച്ച് എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ആദ്യത്തെ 2 തവണ അയച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം പോയി. റിജക്ഷൻ മെയിൽ വരുമ്പോൾ എല്ലാം എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടുന്ന വേദനയായിരുന്നു. അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞാൻ. ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പം ആ സമയത്താണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുന്ന സമയമാണ്. പുതുക്കി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു, ഷോർട്ട് ലിസ്റ്റഡ് ആയി, ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ 2-3 ദിവസത്തിനകമാണ്. അപ്പം ഞാൻ കാശുരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് തൈലവും പൂശിയിരിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്കാണെങ്കിൽ ആൾക്കാരെ കാണുന്നതും ഇൻ്റർവ്യൂവിനൊക്കെ അപ്പിയർ ചെയ്യുന്നതൊക്കെ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അവർ പറയുന്നത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റണേ, ഞാൻ ചെയ്തത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ, എങ്കിലും എനിക്കത് പറയാനുള്ളൊരു ഗട്ട്സ് എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഒലാക്ക് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. സാർ ആദ്യം എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് വളരെ നന്നായിട്ട് തന്നെ പറയാൻ പറ്റി. അപ്പം ഞാൻ എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ടോപ്പേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ എത്രയോ ഇൻ്റർവ്യൂകൾ എന്നെ കടന്നു പോകുന്നു, അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷയുടെ ഒരു കണികയുണ്ട്, മാതാവ് കാക്കും, വേറൊരു വഴിയില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ 3ാമത്തെ ഉടമ്പടി ഇത് വെച്ചപ്പോൾ എൻ്റെ മാതാവേ, ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, എനിക്ക് വേറെ ഒരു മെറിറ്റും ഇല്ല, എനിക്കിത് തരണേ, ഞാൻ അത്രയ്ക്ക് മടുത്തു എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ അത് വെച്ചത്. എന്നിട്ട് ഞാൻ അന്ന് എഴുതിയപ്പോൾ പറയുകയും ചെയ്തു, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എനിക്ക് ഭയങ്കര പേടിയാണ് കയറി നിന്ന് സാക്ഷ്യം പറയുമെങ്കിലും ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഇപ്പം എനിക്ക് സെലക്ഷനായി. ഞാൻ 22-ാം തീയതി പോവുകയാണ്. സാൾസ്ബർഗ്, ഓസ്ട്രിയയിലാണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. എൻ്റെ ഇറാസ്മസ് മുണ്ടസ് ജോയിൻ മാസ്റ്റേഴ്സ് ഇൻ കോപ്പർനിക്കസ് ഡിജിറ്റൽ എർത്ത് എന്നാണ് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പേര്. അത് ജിയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് എർത്ത് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഈ സ്പേസിനെ പറ്റിയും എർത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളൊരു സ്റ്റഡിയാണ്. എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ റിസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് സാറ്റലൈറ്റിൻ്റെ ഡേറ്റയൊക്കെ യൂസ് ചെയ്താണ് ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പോകുന്നത്. അപ്പം ആ ഒരു മേഖലയിലാണ് എൻ്റെ പഠിത്തം. 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ പ്രോഗ്രാം, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ആദ്യം ഓസ്ട്രിയ, പിന്നെ ചെക്ക് റിപ്പബ്ലിക്, പിന്നെ ഫ്രാൻസ്. എൻ്റെ ആദ്യത്തെ 6 മാസം ഓസ്ട്രിയയിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സാൾസ്ബർഗ് ആണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ആദ്യം റെസിഡൻസ് പെർമിറ്റിന് അയക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ജൂലൈ 27-ാം തീയതിയാണ് അതിന് ഡേറ്റ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 27-ന് കിട്ടിയാൽ എനിക്ക് സെപ്റ്റംബർ 29-ന് അവിടെ ക്ലാസ് തുടങ്ങും. അപ്പം അത് ഒരു 2 മാസമെങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം 27-ാം തീയതി കിട്ടി, അപ്ലൈ ചെയ്ത് അത് സാൾസ്ബർഗിൽ ചെന്ന് അപ്രൂവ് ആയി വരണമെങ്കിൽ അതൊരു 2 മാസം 3 മാസം പിടിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ MSc എപ്പോഴും ചോദിക്കും, എനിക്ക് വേറൊരു ഡേറ്റ് തരാമോ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവരെനിക്ക് ജൂലൈ 1 തന്നു. അങ്ങനെ ഞാൻ കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ RP, എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 15 ദിവസത്തിനുള്ളിൽ എൻ്റെ RP അപ്രൂവായി. പിന്നെ ഞാൻ എൻ്റെ വിസ വന്നു. ഞാൻ 22-ാം തീയതി പോകുന്നു. അതുപോലെ തന്നെ പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ഞാനൊരു അച്ഛനെയും പരിചയപ്പെട്ടു. ഞാൻ താമസിക്കുന്നതിന് ഒരു 10 മിനിറ്റ് നടന്ന പള്ളിയുണ്ട്. അതുപോലെ തന്നെ മലയാളം കുർബാനയുണ്ട്. അതുപോലെ യൂത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും ഞാൻ ഇപ്പോഴേ പങ്കെടുക്കാനുള്ള ഒരു ഇതിലായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ ഒരു കുട്ടിയായി തന്നെ മുന്നോട്ട് പോകുന്നതും, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാവരെയും സഹായിക്കാനും എന്നാലാവുന്ന സഹായം ഇപ്പോഴും ഞാൻ ചെയ്യും, ഫ്യൂച്ചറിലും ഞാൻ ചെയ്യും. അമ്മ മാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 നന്ദി.